ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കീമില് ഫിസിക്സിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a particle moving with an initial velocity of 1 meter per second has an uniform acceleration. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഇനീഷ്യൽ വെലോസിറ്റി യൂണിഫോം ആക്സലറേഷനിലാണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 1 meter per second തന്നിട്ടുണ്ട്. യൂണിഫോം ആക്സലറേഷൻ എത്ര തന്നിരിക്കുന്നത് 2 meter per second സ്ക്വയർ ആണ്. ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ ഫസ്റ്റ് 2 intervals ഓഫ് 5 seconds ആർ റെസ്പെക്റ്റീവ്ലി എന്നാണ് നമ്മുടെ അത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 30 meter, 110 meter, 50, 110, 40, 80, 30, 80, 60, 160 meter അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിന്റെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 1 meter per second തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എത്ര തന്നിട്ടുണ്ട്? A is equal to 2 meter per second square തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ ഫസ്റ്റ് 2 intervals ഓഫ് 5 seconds ആ ചോദിക്കണം അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് അത് ഇനീഷ്യേറ്റ് ചെയ്തു എന്നിട്ട് പിന്നെ കുറച്ച് പോയിന്റ് കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ 5 സെക്കൻഡില് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ ദ ഫസ്റ്റ് 2 intervals ഓഫ് 5 seconds എന്ന് പറയണം. അപ്പൊ ആദ്യത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതാണ്. ആദ്യത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതൊരു 5 സെക്കൻഡിന്റെ ഇന്റർവെലും അടുത്ത ഇന്റർവെൽ എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് മറ്റൊരു 5 സെക്കൻഡിന്റെ ഇന്റർവെലും. അപ്പൊ മൊത്തം ഇവിടെ നിന്ന് ഇതുവരെ 5 സെക്കൻഡും ഇനീഷ്യൽ എന്ന ഫൈനൽ വരെ എത്തുന്നത് 10 സെക്കൻഡുമാണ് വരിക അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് ഇൻ ദ ഫസ്റ്റ് 5 സെക്കൻഡ് കിട്ടാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ S is equal to ut plus half at square ആണ്. ഇനീഷ്യൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 1 meter per second സ്ക്വയർ തന്നിട്ടുണ്ട്. പിന്നെ ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് 5 സെക്കൻഡില് 5 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ യുവും കിട്ടി ടിയും കിട്ടി അല്ലെ? ഫസ്റ്റ് 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടി is equal to എത്ര വരിക? 5 സെക്കൻഡ് വരിക. അതേപോലെ ആക്സലേഷൻ തന്നിട്ടുണ്ട് 2 meter per second സ്ക്വയർ തന്നിട്ടുണ്ട്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് 1 into 5 plus half into 2 into 5 സ്ക്വയർ. ഈ 2 into ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ഇപ്പൊ 5 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ വരിക? 1 into 5 5ഉം പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുന്നത് 25ഉം. നമുക്ക് എത്ര കിട്ടും? 30 meter എന്ന് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് ഇൻ ദ ഫസ്റ്റ് 5 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 meter ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഇൻ ദ ഫസ്റ്റ് 10 സെക്കൻഡ് അതായത് നെക്സ്റ്റ് ഇന്റർവെൽ കൂടി എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? അപ്പോൾ മൊത്തം നമുക്ക് ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ടീന്റെ വാല്യൂ എന്തായിട്ട് മാറും? അത് 10 സെക്കൻഡ് ആയിട്ട് മാറും. അപ്പൊ ഈ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ S10 അതായത് ഈ പറയുന്ന 10 സെക്കൻഡിൽ നമുക്ക് വരുന്ന ഡിസ്റ്റൻസ് വരുന്നത് 10 plus 100 ആയിരിക്കും. അതായത് ut എന്ന് പറഞ്ഞ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയിരിക്കണം? വെലോസിറ്റി 1 meter per second സ്ക്വയർ ആണ്. അപ്പൊ 1 into ടൈം എന്ന് പറയുന്നത് 10 ആണ് പ്ലസ് ഹാഫ് into a എന്ന് പറയുന്നത് ആക്സലേഷൻ എന്ന് പറയുന്നത് 2 ആണ്. ടൈം എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ്. ഇതിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ 2 ക്യാൻസൽ ചെയ്യും. പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ടൈം കളയണ്ട. 1 into 10 എന്ന് പറയുന്നത് 10ഉം 10 സ്ക്വയർ എന്ന് പറയുന്നത് 100ഉം ആണ്. അപ്പൊ 110. അപ്പൊ നമ്മൾക്ക് ഡിസ്റ്റൻസ് ഇൻ ദ സെക്കൻഡ് 5 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഫസ്റ്റ് 5 സെക്കൻഡിന്റെയാണ് നമുക്ക് 30 meter എന്ന് പറഞ്ഞത് അല്ലേ? ഇതെന്ന് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെയാണ്. മൊത്തം 10 സെക്കൻഡിന്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൊത്തം കിട്ടിയ വാല്യൂ ആണ് ഇത് അല്ലേ? അപ്പൊ ആദ്യത്തത് എയും രണ്ടാമത്തത് ബിയും ആണെന്ന് വിചാരിക്കാം അല്ലേ? അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് എത്ര കിട്ടി? 30 meter എന്ന് കിട്ടി. ബി എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കിട്ടി? ബി എന്ന് പറയുന്നത് ഇതുവരെ ഉള്ളൂ അല്ലെ? അതായത് എ പ്ലസ് ബി ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര കിട്ടി? അതാണ് 110 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബി കിട്ടിയെങ്കിൽ എന്ത് ചെയ്താൽ മതി? 110 മൈനസ് എ ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 110 മൈനസ് എ എത്രയാണ് വരിക? തുടക്കത്തിൽ നമുക്ക് എത്ര കിട്ടിയത്? 30 സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ 110 മൈനസ് 30 ചെയ്യുമ്പോൾ 80 meter വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? അപ്പൊ ഈ സെക്കൻഡ് ഇന്റർവെല്ലിൽ നമുക്ക് എത്ര വരിക? അത് സെക്കൻഡ് 5 സെക്കൻഡിൽ എത്ര വരിക? 80 meter വരിക. ഫസ്റ്റ് 5 സെക്കൻഡിൽ എത്ര വരിക? 30 meter ആണ് വരിക. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് 30ഉം 110ഉം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറുപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ആവും. ഫസ്റ്റ് ഓപ്ഷൻ കണ്ടാൽ തന്നെ രണ്ടാമതൊന്ന് ചെയ്ത് നോക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരണം. കാരണം ഫസ്റ്റ് അത്യാവശ്യം ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേക്കാറുണ്ട്. 110 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ
80 രണ്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 30 രണ്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കിടക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ തന്നെ ശരിയാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കുക, കറക്റ്റ് ആണോ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ മിക്കവാറും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയ ഒരു ധൃതിയിൽ പെട്ടെന്ന് കൊണ്ട് എയിൽ കൊണ്ട് കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എ അല്ല ആൻസർ, എത്ര 3080 ആണ്. അതേതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വൺ ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 millimeter of mercury, 1 centimeter of mercury, 76 mm of Hg, 100 mm of Hg, 76 centimeter of Hg. അത് കാണാതെ പഠിക്കേണ്ട സാധനങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. 1 torr is equal to, അതെന്താണ്? 1 torr is defined as the pressure exerted by n. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? 1 torrനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? which is defined as the pressure exerted by a 1 mm column of mercury. 1 mm column of mercuryയിൽ എത്രത്തോളം പ്രഷർ നമുക്ക് എക്സേർട്ട് ചെയ്തു എന്നുള്ളതിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? 1 torr എന്ന് പറയുന്നത്. അപ്പോൾ 1 torr എന്ന് പറഞ്ഞ് കാണാതെ പഠിക്കുക. 1 torr is 1 mm of Hg. അവിടെ സെന്റിമീറ്ററും മില്ലിമീറ്ററും എല്ലാം തരും, പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിലോമീറ്റർ വരെ തരും, നമ്മൾ അതിലൊന്നും വീണു പോകരുത്. ഓക്കെ, അപ്പൊ ഇതിൽ 1 mm of Hg ആണ് വരിക. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ നോട്ട് ചെയ്യുക, 760 torr ആണെന്നുണ്ടെങ്കിലാണ് അതാണ് 1 atmosphere. കാരണം നമുക്കിത് ഈ ഒരു വാല്യൂ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതന്നെ ഉത്തരം നമുക്കൊരു നോക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. കണ്ടോ, ഇത് വേറൊരു ടൈപ്പാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. പക്ഷെ ആ ഓപ്ഷൻ എ കണ്ടപ്പോൾ നമ്മൾ മുമ്പത്തെ ആ ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ച് ഓപ്ഷൻ എ ആണ്, അപ്പൊ നമുക്ക് എ ആയിരിക്കില്ലെങ്കിലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി വരും. കാരണം ഈ 76 mm of Hg എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പൊ അത് ആക്ച്വലി 180 ആണ് കേട്ടോ. അതായത് 76 സെന്റിമീറ്റർ വരാം. അപ്പോൾ ഈ 76 mm 76 cm ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് 76 cm of Hg ആണ് എന്ത് വരിക? 1 atm അഥവാ 1 atmosphere പ്രഷർ വരിക. അപ്പൊ നമ്മൾക്ക് 1 atm എത്ര വരിക? 1 atm എന്ന് പറയുന്നത് 76 cm of Hg വരും. ഇത് മില്ലിമീറ്ററിലാക്കുന്ന സമയത്ത് 760 വരും അല്ലേ? 760 mm of Hg എന്ന് വരും. 760 mm of Hg ചോദിച്ചാലും 76 centimeter of Hg ചോദിച്ചാലും അതെന്താണ്? 1 atm ആണ്. അപ്പൊ 760 mm of Hg എന്ന് പറഞ്ഞാൽ the atmospheric pressure at sea level is strong enough to support a column of mercury 760 mm high in a barometer. അതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? 1 atm അഥവാ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 76 cm of Hg അഥവാ 760 mm of Hg. ഓക്കെ, രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്താണ്? 1 torr പറഞ്ഞതൊന്നും അല്ല. 1 torr എന്ന് പറയുന്നത് 1 mm കോളം ഓഫ് മെർക്കുറി ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അത് മറ്റേത് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് എക്സ് ഇൻ ആൻ ഇക്വേഷൻ. താഴെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. F is equal to 6 pi eta x എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ എക്സിന്റെ ചോദിക്കണം കേട്ടോ, അതിന്റെ ഡയമെൻഷന് ചോദിക്കണം. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ ഓഫ് വിസ്കോസിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ ആണ് നമ്മളത് ചോദിക്കണം. ഇത് m to the power n raised to 0 l square t raised to -1 ഓപ്ഷൻ തന്നിട്ടുണ്ട്. m l square t raised to -2 ഓപ്ഷൻ ബി തന്നിട്ടുണ്ട്. പിന്നെ m raised to 0 l square t raised to -2 ഓപ്ഷൻ സി തന്നിട്ടുണ്ട്. m raised to 0 l cube t raised to -2 എന്ന ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ m l square t raised to -1. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? തന്നിരിക്കുന്നത് f is equal to 6 pi eta x എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാം കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഡയമെൻഷൻലെസ് ആണ്, അപ്പൊ പൈ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്കുള്ളത് ഈറ്റയും എക്സും എഫ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ml t raised to -2. അത് നമുക്കറിയാം അല്ലെ? ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t raised to -2 എന്ന് നമുക്കറിയാം അല്ലെ? അതേപോലെ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി എന്നുള്ളതിന്റെ യൂണിറ്റ് അതെന്ന് പറയുന്നത് m l raised to -1 t raised to -1 ആണ്. അതായത് എക്സും നമുക്ക് അറിയില്ല, മറ്റേത് m l raised to -1 t raised to -1 ആണ് ചോദിക്കണം. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താ? ഇതില്ല അല്ലെ? അപ്പൊ എഫ് എന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് f by et ആണ് അല്ലെ? എഫ് എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, m l t raised to -2 ഡിവൈഡഡ് ബൈ ഈറ്റ എന്ന് പറയുന്നത് m l -1 t raised to -1 ആണ് അല്ലെ? അപ്പൊ ഇതെന്തായിട്ട് മാറും? ഇതിലിപ്പോ m ഉം ക്യാൻസൽ ചെയ്തു, അപ്പോൾ എമ്മിന്റെ ആ ഭാഗം 0 ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതാം, m1 -1 വരും, l1 ഈ -1 അങ്ങോട്ട് വരുന്ന സമയത്ത് അത് +1 ആവും,
ടി -2 മുകളിലുണ്ട്, താഴത്തെ -1 മുകളിലേക്ക് വരുന്ന സമയത്ത് അത് +1 ആവും അല്ലെ. അപ്പൊ m⁻0 L² t⁻−1 ആണ് നമ്മുടെ ആൻസർ വരിക. അതെന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് പക്ഷെ ഇതിൽ ക്വസ്റ്റ്യനത്തിന്റെ വാല്യൂ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് ആൻസർ ഓപ്ഷൻ എ m⁻0 L² t⁻−1 ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, when a cricketer hits a ball at an angle of 45 degree with an initial velocity of 40 meter per second, the ball falls on the ground at a distance of 160 meter. If he hits the ball at the same angle with an initial velocity of 50 meter per second, the ball will fall at a distance of. ചോദ്യം എന്താണ്? ഒരു ക്രിക്കറ്റർ ഒരു ബോൾ ഹിറ്റ് ചെയ്യുന്നത് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ദ ബോൾ എന്ന് പറയുന്നത് ഒരു 160 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബോൾ വീഴുന്നത്. ഇപ്പോ ഈ പറയുന്ന സെയിം ആംഗിളില് ഒരു ഇനീഷ്യൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ ഇപ്പൊ കൊടുത്തത്. അതിന് പകരം നമ്മൾ ഒരു 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പൊ ആദ്യം നമ്മൾ കൊടുത്തത് u1 എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡിലാ. അപ്പൊ കൊടുത്തപ്പോ അതൊരു 160 മീറ്റർ ഡിസ്റ്റൻസിൽ പോയി. ഇനിയിപ്പോ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 40ന് പകരം ഒരു 50 മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കുമ്പോഴേ ഏത് ഡിസ്റ്റൻസിലാണ് അത് വീഴുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിന് സെയിം ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഞ്ചും ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ആർ പ്രൊപ്പോർഷണൽ ടു u² ആണ്. നമുക്ക് u1 എന്ന് തന്നിട്ടുണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും. അപ്പൊ ആ സമയത്തുള്ള റേഞ്ച് അല്ലെ, ആ ഡിസ്റ്റൻസ് എത്രയാണ്? 160 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ u2 50 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വരിക? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയല്ലോ അല്ലെ, r പ്രൊപ്പോർഷണൽ ടു u² ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വാല്യൂ വേണ്ട, 1ഉം 2ഉം വരണം. അപ്പൊ r1/r2 എന്ന് പറയുന്നത് u1² ആയിരിക്കും അല്ലെ. അപ്പൊ അതിൽ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടേണ്ടത് എന്താ? dr, അതായത് രണ്ടാമത്തെ r2 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. ഇപ്പൊ ഈ r2 കിട്ടണമെന്നുണ്ടെങ്കിൽ r2 = എന്ത് വരും? ഈ r2നെ അങ്ങോട്ട് കൊണ്ടുപോകാം, ബാക്കിയുള്ളതൊക്കെ ഇടത്തോട്ട് കൊണ്ടുവരിക അല്ലെ. അപ്പൊ r1 u2² / u1² ആണ്. r1 എത്രയാണ്? 160 ആണ്. ഇൻറ്റു u2² എന്ന് പറയുന്നത് 50² ആണ്, ഡിവൈഡഡ് ബൈ u1² എന്ന് പറയുന്നത് 40² ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 40² എന്ന് പറയുമ്പോൾ 1600 അല്ലെ. അപ്പൊ മുകളിലെ 160 അതൊക്കെ വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് ഇപ്പഴത്തേക്ക് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്, വേറെ കളറിൽ എഴുതാം. യെസ്, 160 ഇൻറ്റു 50² എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 40² എന്ന് പറയുമ്പോൾ 4² ഇൻറ്റു 10², അല്ലെങ്കിൽ 40² എന്ന് 1600. അപ്പൊ ഇതിൽ ഈ 2 പൂജ്യവും വെട്ടിപ്പോയി, ഇത് 2 വെട്ടിപ്പോയി, ബാക്കി ഇവിടെ എന്താ? 1. 10 ഇൻറ്റു 5 25, അപ്പൊ 250 മീറ്റർ ആണ് വരിക. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ റേഞ്ചിന്റെ ആ ഒരു സംഭവം നമ്മൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് താനേ വന്നോളൂ അല്ലെ. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഇക്വേഷനിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ആകെ ഈ ഒരു 3 എണ്ണം തന്നിട്ടുണ്ട്, ഒക്കെ ഒരേപോലെയുള്ള സാധനങ്ങൾ, അതായത് 2 ഇനീഷ്യൽ വെലോസിറ്റിയും. അപ്പൊ ഇനി അടുത്തത് വരുന്നത് 2 റേഞ്ച് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അത് തന്നെ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവും. കാരണം സെയിം ആംഗിൾ ആണ്, ആംഗിൾ സെയിം ആയതുകൊണ്ട് ഇതിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മളത് എത്തും. അപ്പൊ പ്രൊജക്ടൈലിന്റെ ആ ഇക്വേഷനൊക്കെ ഒന്ന് കാണാതെ പഠിക്കുക. അപ്പൊ അതിന്റെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? r = u² sin 2θ ഡിവൈഡഡ് ബൈ g അല്ലെ. ഈ പറയുന്ന ആംഗിൾ തീറ്റയാണ് അപ്പൊ നമുക്കിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടത് അല്ലെ. ഇതിൽ g എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതുപോലെ നിങ്ങൾ ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം ഓഫ് ഫ്ലൈറ്റ് t = എന്താ വരിക? 2u sin θ/g വരും അല്ലെ. 2u sin θ/g, ബാക്കി തീറ്റയും യുവും g ഒക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ മാക്സിമം ഹൈറ്റ് എന്താ വരിക? h = u² sin² θ ഡിവൈഡഡ് ബൈ 2g ആണ്. അപ്പൊ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും വെച്ച സാധനങ്ങൾ ഓരോ ഇക്വേഷൻ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കുക. r എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്, t എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇക്വേഷൻസ് ഒന്ന് കാണാതെ നിങ്ങൾ ഇക്വേഷന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ബുക്കൊക്കെ വെച്ചാൽ കൊള്ളാം. നമുക്ക് ലാസ്റ്റ് സമയത്തൊക്കെ റിവിഷൻ അത് വളരെയധികം ഉപകാരപ്രദമാവും കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റും അതേപോലെ തന്നെ
മാക്സിമം ഹൈറ്റും അതുപോലെ തന്നെ റേഞ്ചിന്റെ ഒക്കെ ഇക്വേഷൻസ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അടുത്ത എക്സാമിന് റേഞ്ച് ആയിരിക്കില്ല ചോദിക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റോ മാക്സിമം ഹൈറ്റോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നമുക്ക് റിലേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരാ? ഓപ്ഷൻ ഇ ആണ് 250 മീറ്റർ വരെ. അടുത്തത്, a ball moves in a circle of radius 0.5 meter from A to B. ഇതാണോ ഈ പറയുന്ന A to B, A to B യിലേക്ക് ഈ ബോൾ എന്ന് പറയുന്നത് ഒരു ബോൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രം A to B in എത്ര സെക്കൻഡാ? √2 സെക്കൻഡ് ആണ്. ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോൾ എന്ന് പറയുന്നത്, ആവറേജ് വെലോസിറ്റി ചോദിക്കണം. വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണല്ലോ കണ്ടുപിടിക്കുക. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു സർക്കുലർ മോഷൻ ആണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ ആണ്. A to B യിലേക്കാണ് നമുക്ക് വന്നിരിക്കും മോഷനിൽ വരുന്നത്. അപ്പോൾ ഇതൊരു സർക്കുലർ മോഷൻ ആണ്. പിന്നെ ഒരു ആവറേജ് വെലോസിറ്റി ആണ്. അപ്പൊ നമുക്കിവിടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ്. അപ്പൊ ഈ ഫിഗർ ബോൾ എന്ന് പറയുന്നത് A to B യിലേക്ക് റൈറ്റ് ആംഗിളിലാണ് പോകണമെന്നുള്ളത് മനസ്സിലാക്കി. ഒരു സർക്കിളിലാണ് പോകുന്നത്. സർക്കിളിന്റെ റേഡിയസ് നമുക്ക് 0.5 മീറ്റർ ആണ് നമുക്ക് മനസ്സിലാക്കി അല്ലെ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് A നിന്ന് B യിലേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്തെന്ന് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഞാൻ പച്ചയിൽ പറയാം. A to B യിലേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ AB, ഇത് എയും ഇത് ബിയും, ഈ പോയിന്റ് AB ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കിട്ടും? റൂട്ട് ഈസ് ഈക്വൽ ടു r². ഇത് മനസ്സിലായി? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതിപ്പോ 0 എടുക്കണമെന്നുണ്ടെങ്കിൽ OB എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. റേഡിയസ് ആയതുകൊണ്ട് തന്നെ സർക്കിളിലെ റേഡിയസ് എല്ലാവരുടെയും സെയിം ആയിരിക്കുന്നത് കൊണ്ട് തന്നെ OAന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0.5 മീറ്റർ ആണ്. നമുക്ക് മനസ്സിലായി. അപ്പൊ AB കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് അല്ലെ? എന്താ വരാ? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ? ഇപ്പൊ OB സ്ക്വയർ plus OA square വരും, which is equal to root of 0.5 square plus 0.5 square. അതായത് root of 2 times 0.5 square വരും, which is equal to root of 5 5s are 25 വരും. അപ്പൊ 0.25 into 2 വരും അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ ഫൈനൽ ആൻസർ വരാം? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലെ? ഈ 2 ഇൻറ്റു ഇത് √2 ഇൻറ്റു റൂട്ട് 0.5 സ്ക്വയർ എന്ന് എടുക്കാമല്ലോ. അപ്പൊ അത് റൂട്ട് പോയി കിട്ടും. അപ്പോൾ 0.5 ഇൻറ്റു √2 വരും അല്ലെ? 0.5 ഇൻറ്റു √2 ആണ് നമുക്ക് AB ഡിസ്റ്റൻസ് കിട്ടിയത് അല്ലെ? ഇനി ടൈം ടേക്കൺ നമുക്ക് തന്നിട്ടുണ്ട് T എന്ന് പറയുന്നത് √2 സെക്കൻഡ്. അപ്പൊ ആവറേജ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. AB ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ ഇതിലൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഇനിയിപ്പോ √2 എന്ന് പറയുന്നത് 1.414 അല്ലെ എന്നൊന്നും പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് ഓൾറെഡി നമുക്ക് ടൈം തന്നിട്ടുണ്ട്, √2 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വെട്ടിപ്പോകാനൊക്കെയുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാ? AB ബൈ ടൈം ആണല്ലോ. AB എന്ന് പറയുന്നത് എത്രയാ? 0.5 ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾക്ക് ആൻസർ വരിക കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഫൈനൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ അല്ലെ? പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, സർക്കിളിൽ നമുക്ക് ഈ റേഡിയസ് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും സെയിം ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വന്നെന്നുള്ളത് നമ്മുടെ തലയിൽ കൂടെ പോകണം. പിന്നെ എപ്പോഴും മിക്കപ്പോഴും ഈ കട്ട് ഷോട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും നമ്മൾക്ക് വാല്യൂസ് ആയി കിട്ടുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിനെ വീണ്ടും വെട്ടി ചുരുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നമ്മൾക്ക് ബെറ്റർ. ലാസ്റ്റ് നമുക്ക് വെട്ടാനുള്ള കാര്യം തന്നെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A block of mass M suspended from the ceiling of a lift by an inextensible string of negligible mass. ആ സ്ട്രിങ്ങിന്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. ഒരു ബ്ലോക്ക് ഓഫ് മാസ് എന്ന് പറയുന്നത് സീലിംഗിന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു സ്ട്രിങ് വെച്ചിട്ട് അത് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്ട്രിങ് എന്ന് പറയുന്നത് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. അപ്പോൾ വെൻ ദ ലിഫ്റ്റ് മൂവ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ വിത്ത് ആൻ ആക്സലറേഷൻ. അപ്പൊ ഈ പറയുന്ന ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്ടിങ് ഓൺ ദ വയർ എന്ന് പറയുന്നത് 18 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ ബ്ലോക്ക് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോ ലിഫ്റ്റിന്റെ ഒരു സീലിംഗിൽ നിന്ന് ഒരു ബ്ലോക്ക് ഓഫ് മാസ് എന്ന് പറയുന്നത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇൻഎക്സ്റ്റൻസ് ആ സ്ട്രിങ് എന്ന് പറയുന്നത് വലിയുന്നതല്ല. അപ്പൊ അതിനൊരു മാസും ഇല്ല, നെഗ്ലിജിബിൾ മാസാണ്. അത്രയും ഈ തൂക്കി വയ്ക്കുന്ന മാസം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് വലിയ മാസമൊന്നുമില്ല. അപ്പൊ വെൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് ലിഫ്റ്റിന്റെ സീലിംഗിലാണല്ലോ കിടക്കുന്നത്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്
മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സലറേഷൻ തന്നിട്ടുണ്ട് a is equal to 0.2 meter per second square ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മൂവ്മെന്റ് കാരണം ആ പറയുന്ന വയറിൽ എന്തുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ. ആ ടെൻഷൻ എന്ന് പറയുന്നത് 80 ആണ് നമുക്ക് തന്നിട്ട്. അപ്പൊ ടെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 80 ന്യൂട്ടൺ ആണ്. മാസ് ഓഫ് എം ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഓഫ് ദ ബ്ലോക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കിപ്പോ എന്തൊക്കെ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ അപ്വേർഡ് ആക്സലറേറ്റിംഗ് ലിഫ്റ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പോൾ ഇക്വേഷൻ ഫോർ എ മാസ് ഇങ്ങനെ ഒരു അപ്വേർഡ് ആക്സലറേറ്റിംഗ് ലിഫ്റ്റിന്റെ മാസിനുള്ള ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, എം ഇൻറ്റു ജി പ്ലസ് എ ആണ് അല്ലെ. ടി എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. ആക്സലേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എയും കിട്ടി, ടിയും കിട്ടി. ഇനി ജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ എങ്ങനെ എടുക്കുക, ഒരു 10 അല്ല 9.8 ആണെങ്കിൽ നമ്മൾ അത് എങ്ങനെ എടുക്കുക, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുക. അപ്പൊ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ ടി പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 80 തന്നിട്ടുണ്ട്. മാസ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. ജി എന്ന് പറഞ്ഞ് 10 ആണ്. ആക്സലേഷൻ പറഞ്ഞ് 0.2 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും, അപ്പൊ ഇതിൽ എം കിട്ടണമെങ്കിൽ ഇപ്പൊ 80 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 10.2 വന്നു. അപ്പൊ ഇതിൽ എം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം അല്ലേ. അപ്പൊ 80 ഡിവൈഡ് ബൈ 10.2 ആണ്. അപ്പൊ ഇതിലിപ്പോ 10.2 ഇല്ല, 10 ഉള്ളൂവെങ്കിൽ ഏതാണ്ട് ഒരു എത്ര റേഞ്ചിലാണ് വരിക, ഒരു 8 വാല്യൂ വരും. പക്ഷെ താഴത്തെ ഡിനോമിനേറ്റർ ഒരു പൊടിക്ക് 10നേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ടോട്ടൽ വാല്യൂ ആ 8 ഒരു പൊടിക്ക് കുറയും. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ 7.84 ആണ് കിലോഗ്രാം വരെ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ആ റേഞ്ചിൽ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്, അത് 8 കിലോഗ്രാം ആണ്. പക്ഷെ ശരിക്കും ആൻസർ 7.84 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം നമ്മൾ കണക്കൂട്ടി ചെയ്യാൻ നടക്കില്ല. അപ്പൊ നമുക്കൊരു ഓൾമോസ്റ്റ് നമ്മുടെ മനസ്സിൽ കൂടിയും കണക്ക് കൂട്ടണം. മുകളിൽ ഇപ്പൊ അത് ഈ താഴെ ഇപ്പൊ 10.2 ഇല്ല, 10 ഉള്ളൂവെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു. 80/10 പറയുന്നത് 8 ആണ്. പക്ഷെ താഴെ ഡിനോമിനേറ്റർ എത്രത്തോളം വാല്യൂ കൂടുന്നോ അപ്പൊ മൊത്തം വാല്യൂ അത്രത്തോളം കുറയുന്നുള്ളത് കൂടെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ 8നേക്കാളും താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും വരിക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. ഇതിപ്പോ 7.84 ആണ് വരിക. അപ്പൊ അത് കുറച്ചുകൂടെ അപ്രോക്സിമേറ്റഡ് 8 ആയതുകൊണ്ടാണ്. 7.2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 7ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, the force to be applied to a body of mass 200 gram to change its velocity by 25 meter per second in 5 seconds എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുണ്ട് ഒരു മാസ്. ആ മാസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്, ആ മാസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 200 gram ആണ്. അപ്പൊ ഈ മാസിനെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ടു എ ബോഡി ഓഫ് മാസ് 200 gram. അപ്പൊ ഇതിപ്പോ നിൽക്കുന്നതെന്ന് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡിലേക്ക് അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. അതായത് ഡെൽറ്റ വി എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം അതിന് വേണ്ടി എടുക്കുന്ന ടൈം 5 സെക്കൻഡ്. അപ്പൊ 5 സെക്കൻഡിൽ ഇത്രയും വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ എത്ര ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാ, മാസ് വന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 200 gram ആണ്. പൊതുവെ കിലോഗ്രാമിലാണല്ലോ മാറ്റേണ്ടത്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും, 0.2 കിലോഗ്രാം അല്ലെ, കിലോഗ്രാം കിട്ടി. പിന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ടൈം വന്നിട്ടുണ്ട് 5 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു പ്രശ്നമില്ല അല്ലെ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് ആര്, ആക്സിലറേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലോ 25 ആണ് അല്ലെ. ശ്രദ്ധിക്കേണ്ടത് ടൈമും എല്ലാം ഒരുപോലെ ഇരിക്കണം. അപ്പൊ ടൈം 5 സെക്കൻഡ് ആണ്. ടൈം സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും മീറ്റർ പെർ സെക്കൻഡിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ കിലോമീറ്റർ പെർ അങ്ങനെയൊന്നും വരില്ല. എന്നിരുന്നാൽ പോലും സപ്പോസ് കിലോമീറ്റർ പെർ അവർ ഒക്കെയാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ തന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ 25 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ എന്ത് കിട്ടി, 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് എ കിട്ടി, എം ഉണ്ട്. എന്നാ പിന്നെ ഇപ്പൊ എയും കിട്ടി, എമ്മും കിട്ടി. അപ്പൊ നമ്മൾക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഫോഴ്സ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാസ് ഇൻറ്റു ആക്സലറേഷൻ 0.2 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എങ്ങനെയാ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ന്യൂട്ടൺ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തത്.
ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ, 1 ന്യൂട്ടൺ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, the two bodies having masses in the ratio, രണ്ട് ബോഡീസ് ഉണ്ട്, അതിന്റെ masses in the ratio m1:m2 എന്ന് പറയുന്നത് 1:3 ആണ്. അതിന് ഈക്വൽ ലീനിയർ മൊമെന്റം, ഇതിന് ഈ രണ്ട് മാസിനും മൊമെന്റം എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ലീനിയർ മൊമെന്റം ഈക്വൽ ആണ്. അതിന്റെ റെസ്പെക്റ്റീവ് കൈനറ്റിക് എനർജീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റത്തിൽ നമുക്ക് ഉള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് അറിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി കെ എന്ന് പറയുന്നത് p²/2m ആണ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് m1:m2 എന്ന് പറയുന്നത് 1:3 ആണ്. ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് p1 = p2 ആണ് തന്നിട്ടുണ്ട്, നമുക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊമെന്റം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, മൊമെന്റം ഈക്വൽ ആണല്ലോ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇതും കോൺസ്റ്റന്റ് ആണ്, അതുപോലെ 2ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ k ഇങ്ങനെയായിരിക്കും വരിക, പ്രൊപ്പോർഷണൽ ടു 1/m അല്ലെങ്കിൽ k ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു m എന്ന് വരിക. അപ്പോൾ k1/k2 എന്ന് പറയുന്നത് എങ്ങനെ വരിക, m2/m1 ആയിരിക്കും. മനസ്സിലായില്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണല്ലോ കിട്ടേണ്ടത്, മാസിന്റെ റേഷ്യോ ഒന്നുണ്ടല്ലോ. അപ്പൊ m1/m2 ആണ് എന്ത്, 1/3, 1:3. അപ്പോൾ m2/m1 എന്ന് പറയുന്നത് 3/1 ആയിരിക്കും, അതായത് 3:1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അതിനൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തു, അതുകൊണ്ടാണ് നമുക്ക് k പ്രൊപ്പോർഷണൽ ടു 1/m എന്ന് വന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഇക്വേഷൻസ്, അതാണ് പറയുന്നത് നമ്മൾ ഫിസിക്സിന് സെപ്പറേറ്റ് ഫോർമുലാസിനോ ഇക്വേഷൻസിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഒരു ബുക്ക് നമ്മൾ വെക്കണം. അപ്പൊ ലാസ്റ്റ് ടൈം ഇതൊക്കെ ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ പഠിക്കുക, k = p²/2m ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ horizontal circle of radius 0.5 meter completes half rotation. The work done by the centripetal force of 5 Newton on the particle ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ജൂളിലാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സർക്കിൾ, പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഒരു ഹൊറിസോണ്ടൽ സർക്കിളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ്സ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരു 0.5 മീറ്റർ ആണ്. കംപ്ലീറ്റ്സ് ഹാഫ് റൊട്ടേഷൻ, ഇത് ഒരു ഹാഫ് റൊട്ടേഷൻ, ഇവിടെ നിന്ന് ഇതുവരെ ഒരു ഹാഫ് റൊട്ടേഷൻ അത് കറങ്ങി. അങ്ങനെയെങ്കിൽ ഇത് വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം പറയാം. പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഹൊറിസോണ്ടൽ സർക്കിളിലാണ് മൂവ് ചെയ്യണമെന്നുള്ള പോയിന്റ്, അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് r = 0.5 മീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് Fc = 5 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്, ഹാഫ് റൊട്ടേഷൻ ആയിട്ടുള്ളൂ. അപ്പൊ മൊത്തം ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആവുള്ളൂ അല്ലെ. മൊത്തം ഫുൾ കംപ്ലീറ്റ് ചെയ്താലേ 360 ആവുള്ളൂ. വർക്ക് ഡൺ ബൈ ഫോഴ്സ് എന്ന് പറയുന്നത് FD cos θ ആണ് വരിക. ഓക്കെ, അപ്പൊ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സെന്റർ ഓഫ് ദ സർക്കിൾ. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് അകത്തേക്ക് ടുവേർഡ്സ് സെന്ററിലേക്ക് ആയിരിക്കും വരിക. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലേക്ക് ചിന്തിക്കുക. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു സാധനം പിടിച്ചിട്ടേ, ഇതിവിടെ നമ്മളൊരു സാധനം പിടിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കല്ല് എടുത്ത് ഇങ്ങനെ ചുറ്റിക്കുകയാണെങ്കിൽ എങ്ങനെ വരും, അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് രണ്ട് തരത്തിൽ നമുക്ക് ചുറ്റിക്കാമല്ലോ, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ചുറ്റിക്കാമല്ലോ. അപ്പൊ അത് ഹൊറിസോണ്ടലായിട്ട് അതിങ്ങനെ ചുറ്റിക്കണം എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു കല്ലിങ്ങനെ വട്ടത്തിൽ ചുറ്റണം. ഓക്കെ, അപ്പൊ അതിന്റെ പകുതി സർക്കിൾ ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ FD cos θ ആണ് നമുക്ക് വരിക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ എങ്ങനെ വരിക, അകത്തോട്ടാ വരിക അല്ലെ. സർക്കിളിന്റെ സെന്ററിലേക്കാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സർക്കിൾ എലോങ് ദ പാത്ത് ഈസ് ടാൻജന്റ് ടു ദ സർക്കിൾ. അപ്പോൾ ഈ പറയുന്ന പാത്തിൽ കൂടെ പോകുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതെന്താണ്, ടാൻജന്റ്, സർക്കിളിന്റെ ടാൻജന്റ് ആണ്. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ, അതിന് ടാൻജന്റ് ആയിട്ടാണ് വരിക, ഈ ഡയറക്ഷനിലായിരിക്കും അത് പോവുക. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിട്ട് മാറും, 90 ഡിഗ്രി ആയിട്ട് മാറും. cos 90 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 0 ആണ്. അപ്പൊ cos 90 ആംഗിളേ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ എന്തായിട്ട് മാറും, അത് 0 ആയിട്ട് മാറും.
ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതില്ല. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ജൂളാണ് വരിക. കാരണം ഇത് മൊത്തം വർക്ക് ഡൺ 0 ആയിട്ട് മാറും. പക്ഷേ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കാരണം ഓപ്ഷനിൽ 0 പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെയാണ് സാധനം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഈവൻ ഫോർ ഒരു ഹാഫ് റൊട്ടേഷൻ ആണെങ്കിൽ പോലും സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡസ് നോട്ട് വർക്ക്. അതൊന്നും ഒരു വർക്കും ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ മോഷൻ, അത് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 0 ജൂൾ ആണ് ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി അബൌട്ട് ആൻ ആക്സിസ് ആർ റെസ്പെക്റ്റീവ്ലി 4 kg/m² ആൻഡ് 50 ജൂൾ ആണ്. ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ബോഡി ആണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തന്നിട്ടുണ്ട്, I is equal to എത്രയാണ് 4 അല്ലേ, തന്നിട്ടുണ്ട്. അതേപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 50 ജൂളും നമുക്ക് തന്നിട്ടുണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, K is equal to ½ I ω² ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ½ I എത്ര തന്നിരിക്കുന്നത് 4 ആണ് അല്ലെ. ഇപ്പൊ 4 × ഒമേഗ എന്ന് പറയുന്നത് എത്രയാ, അതിന്റെ ഒമേഗാന്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് വരും, 50 is equal to ½ × 4 × ω² വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 2 വരും. അപ്പൊ 50/2 ആണ് എന്ത് വരിക, ω² വരിക. ഇത് 25 അല്ലെ, 25 ω² √25 ആണ് ഒമേഗ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക, 5 ആണ് വരിക. 5 radian/s ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.